അങ്ങനെ ഓരോ ഓർമ്മകൾ തേങ്ങട്ടെ. മഖാമുകൾ ശിർക്കിന്റെ വിളനിലമല്ല, അത് തൗഹീദിന്റെ ശുദ്ധ കേന്ദ്രമാണ്. അവിടെ ചെന്ന് അള്ളാനോട് തേടുന്നൊരു വിശ്വാസി തേടുന്നത് എന്താ? ആ തേട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഔലിയാക്കളെ നമ്മളാരെങ്കിലും പടച്ചോന്മാരാക്കുന്നുണ്ട്, എന്തെങ്കിലും വിവരക്കേട് പറയാ. നമുക്ക് ഒരൊറ്റ പടച്ചോനല്ലേ ഉള്ളൂ, അള്ള മാത്രമേ ഉള്ളൂ. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ. 8-ാം അധ്യായം 10-ാം വചനം പടച്ചോൻ പറഞ്ഞു, അള്ളാന്റെ അടുത്ത് നിന്നല്ല അതൊരു സഹായമില്ല, സഹായിക്കണോ റബ്ബന്നെ ഉള്ളൂ. പക്ഷെ റബ്ബിന്റെ സഹായം കിട്ടാൻ വ്യത്യസ്ത വഴികളാണ്. ആ വ്യത്യസ്ത വഴികളെ നമ്മൾ സമീപിക്കുന്നത് ഇസ്ലാമിനെതിരല്ല, ഖുർആനിനെതിരല്ല, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ല. ലോകത്ത് ഒരു പണ്ഡിതനും മഖാമ് പോകുന്ന വിമർശിച്ചിട്ടില്ല. ലോകത്ത് ആദ്യം പറഞ്ഞത് ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന പുത്തൻവാദിയാണ്. അയാൾ നിരീശ്വരവാദിയാണെന്ന് വരെ ഈ വിഷയത്തിൽ അയിമത്ത് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ പറഞ്ഞതല്ല മാപ്പിളാര പ്രമാണം. ഈ മുസ്ലിം പണ്ഡിത ലോകത്ത് ആരാണ് അതിനെ എതിർത്തത്? ആരാണ് അമ്പിയാക്കളെ ഔലിയാക്കളെ ആരാ പടച്ചോന്മാരാക്കുന്നത്? മൊയ്തീൻ ശൈഖ് പടച്ചോനാന്ന് നമുക്ക് വിശ്വാസമുണ്ടോ? മഹാനായ CM വലിയുള്ള പടച്ചോനാന്ന് നമ്മളാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. CM വലിയുള്ള അള്ളാന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാനാണ്. മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ അള്ളാന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്. അവർക്ക് വലിയ കറാമത്തുകളില്ലേ? ആ കറാമത്തിലൂടെ അവർ സഹായിക്കുന്നത് റബ്ബിന്റെ സഹായം തന്നെയല്ലേ? അത് മനസ്സിലാക്കാൻ എന്താണ് ഇത്ര പ്രയാസം? എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മഖാമിൽ പോകുന്ന മഖ്ബറകളിൽ പോകുന്ന വിശ്വാസികളെ മുഴുവനും ശിർക്ക് ആരോപിക്കുകയാണ്, കുഫർ ആരോപിക്കുകയാണ്. എന്നാൽ അള്ളാഹുവിന്റെ മഹാന്മാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മഖ്ബറകൾ, അവിടെ ഉറൂസ് എന്ന പേരിൽ നടക്കുന്ന പല അനാചാരങ്ങളുമുണ്ട്. നിങ്ങൾ യൂട്യൂബ് എടുത്ത് പരിശോധിച്ച് നോക്ക്. മുസ്ലിം കേരളത്തിന്റെ ആവേശമായ മഹാനായ പേരോട് ഉസ്താദ് ആദർശ പ്രഭാഷണ രംഗത്ത് ഞങ്ങളുടെ വഴികാട്ടിയാണ്. ആ പേരോട് ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ ഏറെ പ്രഭാഷണങ്ങളും ഈ മഖാമിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയട്ടെ, കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും ഒരു മഖാമിൽ ഉറൂസിന്റെ പേരിൽ, ആണ്ട് നേർച്ചയുടെ പേരിൽ ഏതെങ്കിലും പടച്ച തമ്പുരാൻ പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള അനാചാരങ്ങൾ നടക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിൽ പങ്കെടുക്കരുത്. ആ കമ്മിറ്റിയുമായിട്ട് ഒരു രൂപ പോലും നൽകിയിട്ട് സഹകരിക്കരുത്. ഇത് പറയാനല്ലേ നമുക്ക് കഴിയുള്ളൂ, ഇത് പറയാനല്ലേ നമുക്ക് കഴിയുകയുള്ളൂ. അതേ സമയത്ത് നിങ്ങൾ ആലോചിച്ചു നോക്ക്, മഹാനായ താജുൽ ഉലമയുടെ ഉറൂസ് നടക്കാറില്ലേ? ഇവിടെ മഹാനായ ഫൈസി ഉസ്താദിന്റെ ആണ്ട് നടക്കുന്നില്ലേ? അതിന്റെ ഭാഗമായി നടക്കുന്നത് എന്താണ്? മതപ്രഭാഷണമല്ലേ, മതപ്രസൂലല്ലേ, അതുപോലെ തന്നെ ഭക്ഷണ വിതരണമല്ലേ? ഇതൊക്കെ ഇസ്ലാമിൽ എന്താ തെറ്റുള്ളത്? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെയല്ലേ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ പൂർവികർ നമുക്ക് വരച്ച് കാണിച്ചു തന്ന ഈ മഹത്തായ പാരമ്പര്യ ആദർശമാണ്. അത് ഉൾക്കൊണ്ട് ജീവിച്ചു മരിക്കാൻ നമുക്ക് കഴിയണം. ആ വഴി തെറ്റിപ്പോയാലോ നരകമായിരിക്കും. 4-ാം അധ്യായം 115-ാം വചനം പടച്ചോൻ പറഞ്ഞെന്നറിയോ? ഈ സച്ചരിതരായ മുൻഗാമിയുടെ വഴിവിട്ടുപോയാൽ സച്ചരിതരായ മുൻഗാമിയുടെ മാർഗം വിട്ട് മറ്റൊരു മാർഗം തേടിപ്പോയാൽ അള്ളാ പറയാണ്, ഓലെ നരകത്തേക്ക് തള്ളും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്നത് സുന്നിയായിട്ട് ജീവിക്കുക, നമ്മൾ മരിക്കുന്നത് സുന്നിയായിട്ട് തന്നെ മരിക്കണം. എങ്കിലേ സ്വർഗം നേടാൻ കഴിയൂ, എങ്കിലേ ആഖിറം രക്ഷപ്പെടുകയുള്ളൂ. ആ ഒരു വിഷയം ഗൗരവത്തിൽ നമ്മളൊക്കെ ഉൾക്കൊള്ളുകയും നമ്മുടെ മക്കളെ ഈ അഖീദയിലായി നിലനിർത്തുകയും ചെയ്യണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇരിക്കുന്നവർ പ്രയാസമില്ലെങ്കിൽ ആണുങ്ങളൊക്കെ ഒന്ന് എണീറ്റ് സദസ്സിന്റെ മുന്നിലേക്ക് വന്നു. ഇത് ഫൈസി ഉസ്താദിന്റെ പേരിലുള്ള മജ്ലിസാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടണം. അതോടൊപ്പം തന്നെ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ ധാരാളം അവിടെ മരിച്ചു വീണു. നമ്മുടെ പിഞ്ചു മക്കളാണ് അവിടെ മരിച്ചു വീണത്. നിങ്ങൾ കേട്ടില്ലേ ഒരു മൗലവിയുടെ പ്രസംഗം? ചുഴലി അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന മൗലവി, ഞാൻ വേദനയോടെ ഈ കണ്ണൂരുകാരോട് പങ്കുവെക്കുകയാണ്, ഇരിട്ടിക്കാരോട് പങ്കുവെക്കുകയാണ്. ആ പ്രസംഗം കേട്ടിട്ട് വല്ലാതെ മനസ്സ് വേദനിച്ചു പോയി. അയാൾ പറഞ്ഞെന്താണെന്നറിയോ? ഫലസ്തീനിൽ അവസാനത്തെ കുഞ്ഞു മരിച്ചാലും മസ്ജിദുൽ അഖ്സയുടെ മിമ്പറും മിഹ്റാബും ജൂതന്മാർ കയറി നിരങ്ങിയാലും
ഫലസ്തീനികൾക്ക് മസ്ജിദുൽ അഖ്സ കിട്ടരുത് എന്ന്. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഇത് കേവലം അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെട്ട ഒരു നിലപാടല്ല, അത് സലഫി നയമാണ്. പറയാൻ ഏറെയുണ്ട്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല, അതിൻ്റെ ആവശ്യം ഈ സദസ്സിലില്ല. പറയാൻ ഏറെയുണ്ട്. അത് പറയുമ്പോൾ നമുക്ക് തോന്നും എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് എന്ന്. എന്താണ് അത്ഭുതം? ഈ പ്രസ്ഥാനത്തിൻ്റെ ഇന്നലെയുടെ ചരിത്രം വായിച്ചാൽ നിങ്ങൾക്കറിയാം. ത്വായിഫിലേക്ക് ഈ വഹാബി സൈന്യത്തിൻ്റെ ഭീകരന്മാര് കയറി ചെന്ന് അവർ നടത്തിക്കൂട്ടിയ പേക്കൂത്തുകൾ ഹറമീനയുടെ ആധികാരിക ചരിത്ര പണ്ഡിതനായ സൈനി ദഹ്ലാൻ ഖുലാസത്തുൽ കലാമിൽ വരച്ചിട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് മുസ്ലിങ്ങളെയാണ് കൊന്നത്. ത്വായിഫിലെ പള്ളിയിൽ ദർസ് നടത്തിയിരുന്ന മുദരിസിനെയും മുത്തഅല്ലിമീങ്ങളെയും കൊന്നു. ഉമ്മയുടെ മുലപ്പാല് കുടിക്കുന്ന പിഞ്ചുമക്കളെ ആ ഉമ്മയുടെ മാറിടത്തിൽ വെച്ചുകൊണ്ട് കഴുത്തറുത്തു കൊന്നു. ഇവര് കൊല്ലുമ്പോൾ ഇവർ പറയാണത്രേ, ഇവർ കൊല്ലപ്പെടേണ്ടവരാണ്, കാരണം ഇവർ കാഫിറുകളാണ്, ഇനി ജനിക്കാനിരിക്കുന്നതും ഇവരിൽ നിന്ന് കാഫിരീങ്ങളാണ്. എത്ര അപകടകരമായ സന്ദേശം! വഹാബിസത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ക്രൂരതയുടെ ചരിത്രമാണ്. ആയിരങ്ങളെ കൊന്നുതള്ളിയ ചരിത്രമാണ് അവരുടെ ചരിത്രം. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, ഈ കേരളത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. ഞാൻ ഇവിടുത്തെ ഉമ്മമാര് കേൾക്കാൻ തന്നെയാണ് പറയുന്നത്. ഈ കണ്ണൂരിൽ നിന്ന് ഉമ്മ IS-ൽ ചേരാൻ ചെറുപ്പക്കാർ പോയിട്ടുണ്ട്. നിങ്ങളുടെ തൊട്ടടുത്ത ജില്ലയായ കാസർഗോഡ് നിന്ന് പോയിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന കാസർഗോട്ടുകാരൻ്റെ IS-ൽ ചേർന്നതിന് ശേഷമുള്ള വോയിസ്? ഈ പോയ ചെറുപ്പക്കാരിൽ 100 കണക്കിന് ചെറുപ്പക്കാർ IS-ൽ ചേരാൻ വേണ്ടി പോയിട്ട് അഭിമാനത്തോടെ പറയാം, അതിൽ ഒരു ചെറുപ്പക്കാരൻ ഉമ്മമാര് സന്തോഷിച്ചോളി, ഒരു സുന്നിയായ ഒരു കുട്ടിയില്ല. സുന്നിയായ ഒരു കുട്ടിയില്ല. ഏത് സമസ്തന്റെ മെമ്പറാകട്ടെ, ജിഫ്രി തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സമസ്തയായാലും AP ഉസ്താദ് നയിക്കുന്ന സമസ്തയാണെങ്കിലും ശരി, സുന്നി ഒരാള് ആ പോയിലില്ല. എന്തേ കാരണം? നമ്മളെ ആദർശം അതല്ല. യഥാർത്ഥ മുസ്ലിമായിട്ട് ഇന്ത്യയിൽ ജീവിച്ച് മരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ചാവേറായി പൊട്ടിത്തെറിക്കാൻ പോയിക്കാണ്. എന്നിട്ട് സ്വയം ചാകുക, മറ്റുള്ളവരെ കൊല്ലുക. ഓനക്ക് സ്വർഗമുണ്ട് എന്നാ പറഞ്ഞു കൊടുക്കണവര്. എവിടുന്ന് കിട്ടും സ്വർഗം? സ്വർഗം ആർക്കാന്ന് പടച്ചോൻ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. തിൽക ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂബൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ഈ ചാവേറായി പൊട്ടിത്തെറിക്കാൻ പോനോട് കൊടുക്കുന്ന പേരല്ല സ്വർഗം, ഓനക്ക് നരകം ഉണ്ടാകുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾ, ഈ സദസ്സിലുള്ള യുവാക്കളോട്, എൻ്റെ പ്രിയപ്പെട്ട കരലിൻ്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാർ, നമ്മളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനങ്ങളിൽ അടിയുറച്ചു നിൽക്കുക, അതിനെ ശക്തിപ്പെടുത്തുക, സുന്നത്ത് ജമാഅത്ത് ശക്തിപ്പെടുത്തുക. അൽഹംദുലില്ലാഹ്, SYS-ന്റെ പ്ലാറ്റിനം ജൂബിലി പ്രഖ്യാപിച്ചു ഇന്ന് കൊല്ലത്ത് വെച്ചിട്ട്. 2024 ഡിസംബർ 26, 27, 28 തീയതികളിൽ തൃശ്ശൂർ ജില്ലയിൽ വെച്ചുകൊണ്ടു. കാസർഗോഡ് ചട്ടഞ്ചാല് വെച്ച് കഴിഞ്ഞ ഡിസംബർ 30-ന് സമസ്തന്റെ 100-ാം വാർഷികം പ്രഖ്യാപിച്ചു. ആ പദ്ധതികളും നിലപാടുകളും നയങ്ങളുമായി ഇനി നമുക്ക് വരാനിരിക്കുന്ന 2-3 വർഷങ്ങൾ ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം നമ്മുടെ മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുക. സൗഹൃദത്തിൻ്റെ രീതിയിൽ, സമാധാനത്തിൻ്റെ രീതിയിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയ പ്രഭാഷണങ്ങൾ വ്യാപകമായി നടക്കേണ്ട സമയങ്ങളാണ്. നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന പുത്തൻ പ്രസ്ഥാനക്കാരുടെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ നേരായ വഴി ബോധ്യപ്പെടുത്തേണ്ടത് ബാധ്യതയാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് മഹാനായ ഫൈസി ഉസ്താദ് ഒരു പുരുഷായുസ് മുഴുവനും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മനസ്സോടുകൂടെ ജീവാർപ്പണം ചെയ്ത മഹാനാണ്. ആ മഹാൻ വെട്ടിത്തെളിയിച്ചു തന്ന ഈ സത്യത്തിൻ്റെ വഴി ഇന്ന വഴിയാണ് രക്ഷയുടെ മാർഗമെന്ന് അവരുടെ അനുസ്മരണ സദസ്സിലല്ലാതെ നമ്മൾ എവിടെയാണ് പറയുക? അല്ലാഹു തആല ഉസ്താദിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഈ സദസ്സ് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിൽക്കാൻ പ്രയാസമുള്ളവരുണ്ടെങ്കിൽ എനിക്ക് ഒരു മെമൻറ്റോ കൊടുക്കേണ്ടി വന്നു. അതിനുശേഷം നമുക്ക് ഇൻഷാ അല്ലാഹ് ദിക്ർ ചൊല്ലി പ്രത്യേകം ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും തബറൂക്കിൻ്റെ ഭക്ഷണമുണ്ട്. അതിനുശേഷം എല്ലാവരും പിരിഞ്ഞു പോകാവൂ എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. മറ്റു ചിലരും പ്രത്യേകം ദുആ ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഇത്തരം സദസ്സുകളിലെ സജീവ സാന്നിധ്യം കേരള മുസ്ലിം ജമാഅത്തിന്റെ അംഗം കൂടിയായ KP അഷ്റഫ്, ഇന്ത്യൻ അഷ്റഫ് സുഖമില്ലാതെ 2 ദിവസമായി ഹോസ്പിറ്റലിലാണ്.
പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്പം പ്രയാസകരമായ അവസ്ഥയിൽ അല്ലാഹു പൂർണ്ണമായി ശിക്ഷ കൊടുക്കുമാറാവട്ടെ. സാധു ദുആ ചെയ്യും. അതുപോലെ പ്രയാസം അനുഭവിക്കുന്ന ധാരാളം പേര് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സംരംഭത്തിലേക്ക് ഭക്ഷണ വിതരണത്തിനും പരിപാടിയുടെ ചെലവുകൾക്കുമൊക്കെ സംഭാവന ചെയ്തവർ അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് അവസാനം ദുആ ചെയ്യും. ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിലെ പ്രസ്ഥാനത്തിനും ഇതിനും എല്ലാ മതവും സഹകരിക്കുന്ന 2 മാന്യ വ്യക്തികളെ ഇവിടെ ആദരിക്കുകയാണ്. ഒന്ന് ബഹുമാനനായ ആർ.എം. അബ്ദുറഹ്മാൻ അജിക്കാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത തരത്തിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള എല്ലാ ദീനീ സംരംഭങ്ങളെയും അകമഴിഞ്ഞ് സഹായിക്കുകയും ബഹുമാനപ്പെട്ട ഉൾപ്പെടെയുള്ളവരുടെ വലങ്കയായി എല്ലാ അർത്ഥത്തിലും പിന്തുണ ഈ പ്രസ്ഥാനത്തിന് പിന്തുണ നൽകുന്ന 50 വർഷത്തിലധികമായി പ്രവാസ ജീവിതം നയിക്കുന്ന ആർ.എം. അബ്ദുറഹ്മാൻ അജിക്കാരുടെ സ്നേഹ ഉപഹാരം സമർപ്പിക്കുന്നു. അത് സ്വീകരിക്കുന്നതിന് അബ്ദുറഹ്മാൻ അജിക്കയും നൽകുന്നതിന് ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ നമ്മുടെ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്കും മറ്റെല്ലാ സംരംഭങ്ങൾക്കും സഹകരിക്കുന്ന പ്രവാസ ലോകത്ത് പുതിയ സംരംഭത്തിലൂടെ നാടിന് അഭിമാനമായി വളർന്നു വരുന്ന ബഹുമാനപ്പെട്ട കെ.വി. അബ്ദുസ്സലാം കഴിഞ്ഞ വർഷം UAE-യിലെ മികച്ച സംരംഭകർക്ക് നൽകുന്ന UAE ബിസിനസ് ആൻഡ് എക്സലൻസി അവാർഡ് നേടിയ ഫുജൈറ ഫാമിലി ഗ്രൂപ്പ് MD കൂടിയായ കെ.വി. അബ്ദുസ്സലാമിനുള്ള ഉപഹാരം ഇവിടെ വെച്ച് സമർപ്പിക്കുകയാണ്. സിദ്ദീഖ് സഖാഫി ഉസ്താദ് നൽകുന്നു. 2 പേരെ മാതൃകയുണ്ട്. നമുക്ക് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടി അവസാനിപ്പിക്കാം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ-റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. لا إله إلا الله 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 لا إله
إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله الله تعالى حبيب شكرا كلمة التوحيد ഉച്ചരിച്ചു മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ വിധി കൂട്ടി തരട്ടെ. നമ്മുടെ ഈ മജീസിന്റെ സവാബ് നമ്മൾ ഓതിയ ഫാത്തിഹ ഇഖ്ലാസ് ആബിദത്തിൻ ചൊല്ലിയ തഹ്ലീലും എല്ലാത്തിൻ്റെയും സവാബ്, പ്രത്യേകിച്ച് സസ്യം നൽകുന്ന തബറൂക്കിൻ്റെ ഭക്ഷണം ഇതിൻ്റെയൊക്കെ സവാബ് പ്രത്യേകിച്ച് മർഹൂം ഫൈസി ഉസ്താദിന് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ ഈ മഹല്ലത്തിൽ നിന്നും മൺമാറിയ മുഴുവൻ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു ഇതിൻ്റെ സവാബ് എത്തിച്ചു കൊടുക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒത്തുപിരിഞ്ഞവർക്ക് അല്ലാഹു ഇതിൻ്റെ സവാബ് എത്തിച്ചു കൊടുക്കട്ടെ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مسبوع منبوس في اللوح والقلم سيد العرب والعجم اسمه مقدس معطر مطهر منبر في البيت والحرم شمس الضحى قدر الدجى صدر العلا نور الهدى تخفي الورى مصباح الظلم جميل الشيم شفيع الامم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقام قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين حاكم النبيين شفيع المذنبين أنيس الغريب رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين إسباج المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وآله وأصحابه وسلموا تسليما اللهم أنزله المقعد المقرب عندك يوم القيامة أرحم الراحمين يا الله സാധുക്കളായ ഞങ്ങളുടെ സദസ്സിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞത് കേട്ടത് ഒരുമിച്ച് ഓടിയത് സഹായിച്ചത് ഈ സദസ്സിൽ സംഗമിച്ചത് എല്ലാം സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജീസ് കാരണമായി ഞങ്ങളുടെ ചെറുതും വലുതുമായ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. തെറ്റുകുറ്റങ്ങൾ മാഫാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ആയുസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാ കാര്യങ്ങളിലും ഈ ഖൈർ ബറക്കത്ത് ഏറ്റി തരണേ അല്ലാഹ്. റബ്ബേ സദസ്സിൽ ആമീൻ പറയുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവരെയും മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഹാസിനീങ്ങളെ ഹസദിൽ നിന്ന് കാക്കണേ അല്ലാഹ്. സാഹിരീങ്ങളെ ശുഹറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. കണ്ണീറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ചതിയന്മാരെ ചതികളെ തൊട്ട് കാക്കണേ അല്ലാഹ്. മാരക രോഗങ്ങൾ, മാറാവ്യാധികൾ, പകർച്ചവ്യാധികൾ, മഹാമാരികൾ, മരുന്ന് സഹിക്കാത്ത രോഗങ്ങൾ, ഡയാലിസിസ് ചെയ്യേണ്ട രോഗങ്ങൾ, ക്യാൻസറിനോ മറ്റോ കാരണമാകുന്ന രോഗാണുക്കൾ എല്ലാത്തിൽ നിന്നും ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളിലുള്ള രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ച മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഷാഫിഈയാണ്. എല്ലാവരുടെയും രോഗം
നീ ശിഫയാക്കണേ അല്ലാഹ്, നീ ശിഫയാക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ഖൈറുള്ള ജോലി നൽകണേ അല്ലാഹ്. റബ്ബേ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിച്ച മുഅ്മിനീങ്ങൾ, റബ്ബേ സഹായിച്ച മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സഹായിക്കണേ അല്ലാഹ്. മർഹൂം ഫൈസി ഉസ്താദിന്റെ പേരിലാണ് ഈ മജ്ലിസ്. അവരെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്, അവരെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവരെ മഹബത്ത് വെച്ച് ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാരാണ്. ഖൈർ നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ സദസ്സിൽ തബറുക്കിന്റെ ഭക്ഷണം നൽകുന്നത്, അതിനുവേണ്ടി സഹായിച്ചത് എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അത് പാചകം ചെയ്തത്, അത് പാക്കറ്റാക്കിയത്, അതിന് വളണ്ടിയർമാരായി പ്രവർത്തിച്ചത് എല്ലാം ഫൈസി ഉസ്താദിനോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്, എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ ധാരാളം ഉമ്മമാര് സഹോദരിമാര് ആമീൻ പറയുന്നവരുണ്ട്. നീ ഖൈർ നൽകണേ അല്ലാഹ്, നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കല്യാണ പ്രായമെത്തി നിൽക്കുന്ന പെൺമക്കളുള്ളവർ സഹോദരിമാർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, ആലിമീങ്ങളാക്കണേ അല്ലാഹ്, ആഫിലീങ്ങളാക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ കുടുംബത്തിൽ മഹല്ലത്തിൽ ഒരു ബിദ്അത്തുകാരനെയും നീ നൽകല്ല അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് വിധി കൂട്ടണേ അല്ലാഹ്, വിധി കൂട്ടണേ അല്ലാഹ്. റബ്ബേ ഈ സ്റ്റേജിൽ വെച്ച് പ്രത്യേകം ആദരിച്ച സഹോദരങ്ങൾ അബ്ദുറഹ്മാൻ ഹാജി ഉൾപ്പെടെയുള്ളവർ, റബ്ബേ അവരുടെ ദീനീ ഖിദ്മകൾ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ആലിമീങ്ങളെ, സാദാത്തുകളെ, മുതഅല്ലിമീങ്ങളെ, ദീനിന്റെ പ്രസ്ഥാനങ്ങളെ, സ്ഥാപനങ്ങളെ മഹബത്ത് വെക്കുന്നത്, അതിന്റെ വളർച്ചയ്ക്ക് ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ ഫലസ്തീനിലെ സഹോദര സഹോദരിമാർ, നീ അവർക്ക് തുണയാകണേ അല്ലാഹ്, നീ അവർക്ക് തുണയാകണേ അല്ലാഹ്. അവിടെ സമാധാനം നിലനിർത്തണേ അല്ലാഹ്. അവരെ ശത്രുക്കൾ എത്ര ഉന്നതരാണെങ്കിലും എത്ര ശക്തരാണെങ്കിലും റബ്ബേ ഈ മജ്ലിസിൽ ആമീൻ പറയുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകളെ ബറക്കത്ത് കൊണ്ട് ആ ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളും നീ തകർക്കണേ അല്ലാഹ്, നീ തകർക്കണേ അല്ലാഹ്. അവിടെ മരിച്ചു വീണ സഹോദര സഹോദരിമാർ ശുഹദാഇന്റെ ഫലം നൽകണേ അല്ലാഹ്. പരിക്ക് പറ്റിയവർക്ക് ശിഫ നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ഈമാനികമായ ഖുവ്വത്ത് നൽകണേ അല്ലാഹ്. അർഹമർ റഹീമീനായ റബ്ബേ ഞങ്ങളാക്കി ഉറക്കിയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, റബ്ബേ ഞങ്ങൾ ഓതി പഠിക്കുന്ന കാലത്ത് സ്വന്തം മക്കളെ പോലെ സ്നേഹം തന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, വസ്ത്രം നൽകിയവർ പലരും ഞങ്ങളെ വിട്ട് പിരിഞ്ഞുപോയി. ഖബർ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാഹ്, ഖബർ വിശാലത നൽകണേ അല്ലാഹ്, ഖബറിൽ സൗഖ്യം നൽകണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾക്ക് മരണം ഹൈറാകുമ്പോൾ കാമിലായ ഈമാനോട് കൂടെയുള്ള മൗത്ത് നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാഹ്. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ്. റബ്ബേ ഞങ്ങൾക്ക് റജബ് കൂടെ നീ അവസരം നൽകി ഈ റജബിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ശഅബാനിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. വരാനുള്ള റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ നീ വിധി കൂട്ടണേ അല്ലാഹ്. കഴിഞ്ഞ റമളാൻ ഞങ്ങളുടെ ആയുസ്സിലെ അവസാനത്തെ റമളാനാക്കല്ല അല്ലാഹ്, അവസാനത്തെ റമളാനാക്കല്ല അല്ലാഹ്. അർഹമർ റഹീമീനായ റബ്ബേ ഈ സമയം അത്രയും ഈ സദസ്സിൽ വന്നിരുന്ന സഹോദര സഹോദരിമാർ എല്ലാവരും ഫൈസി ഉസ്താദിനോടുള്ള മഹബത്ത് വെച്ചുകൊണ്ട് വന്നവരാണ്. ഹബീബായ മുത്തനബി തങ്ങളെ മദഹ് പറയുന്ന മജ്ലിസായി കൊണ്ടുവന്നവരാണ്. റബ്ബേ ഹബീബായ മുത്തനബി തങ്ങളെ കൂടെ മറ്റംബിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളോടുകൂടെ വന്യരായ ഫൈസി ഉസ്താദിനോടുകൂടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നിന്റെ ഔദാര്യങ്ങൾ നിന്റെ ഓശാരമായി സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. വേദികളിൽ